നമസ്കാരം, ഡ്രൈവ് മോട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദർശ് എത്തിയിരിക്കുന്നത് ഈ ഒരു ജെ സീരീസ് എഞ്ചിൻ ക്ലാസിക്കിൻ്റെ മെയിൻ്റനൻസ് സ്റ്റെപ്പ് വീഡിയോയുമായിട്ടാണ്. ഈ ഒരു ക്ലാസിക്കിൻ്റെ തന്നെയാണ് യൂസർ റിവ്യൂ നമ്മൾ എടുത്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അതേ വാഹനത്തിൻ്റെ എൻ്റെ മെയിൻ്റനൻസ് സ്റ്റെപ്പ് വീഡിയോ കൊണ്ട് എടുക്കുന്നതിൻ്റെ കാരണം അതിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനും കൂടി ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്, വണ്ടിയെ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വലിയ ഇഷ്യൂസൊന്നുമില്ല. ആ ചേട്ടൻ നല്ല രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ എപ്പോഴും റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ പണ്ട് തൊട്ടേ ഏത് UC എഞ്ചിനായിരുന്നാലും ജെ സീരീസ് എഞ്ചിനായിരുന്നാലും എപ്പോഴും ഞാൻ പറയാറുണ്ട്, കുറച്ച് കെയർ ആവശ്യമുള്ള വാഹനങ്ങളാണ്. സാധാരണ ഒരു ലാവിഷായിട്ട് നമ്മൾ ഒന്നും കെയർ ചെയ്യാത്ത ഒരാളിന് പറ്റിയൊരു വാഹനമല്ല. കുറച്ച് കെയർ ചെയ്താൽ വണ്ടി കുറച്ചുകൂടി ബെറ്ററായിട്ട് കുറേ കാലം കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു ജെ സീരീസ് എഞ്ചിൻ വന്നതിന് ശേഷം പഴയ വാഹനങ്ങൾ പോലെയല്ല, കുറേ കൂടി ഈസി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ കൂടി പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്രത്തോളം പഴയ വണ്ടിക്ക് ആവശ്യമായിരുന്ന ഫുൾ കെയറൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ വണ്ടി കുറേ അങ്ങ് മാറിപ്പോയി. പക്ഷേ എങ്കിൽ തന്നെയും റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളായതുകൊണ്ട് തന്നെയും പിന്നെ സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു പർപ്പസ് അല്ല നമ്മുടെ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫൺ എന്നൊക്കെ പറയുന്ന വേറൊന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എൻജിൻ സ്റ്റൈലും റൈഡിങ് സ്റ്റൈലും എല്ലാം തന്നെ ഡിഫറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി കുറേ കാലം നമ്മുടെ കൂടെ തന്നെ നല്ല രീതിയിൽ നിൽക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് നമ്മളെപ്പോഴും റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ വീഡിയോസ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ മെയിൻ്റനൻസ് ടിപ്സ് വീഡിയോസൊക്കെ UC എഞ്ചിൻ മോഡൽസ് തൊട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരുന്നത് ജെ സീരീസ് എഞ്ചിൻ വെച്ചിട്ട് മെറ്റിയോറിൻ്റെ ഒരു മെയിൻ്റനൻസ് ടിപ്പ് വീഡിയോയും യൂസർ റിവ്യൂയും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർവീസിൻ്റെ കിലോമീറ്റേഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലാസിക് 350 വേഴ്സസ് മെറ്റോ 350 എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ടിൻ്റെയും പ്രൈസ് തമ്മിലുള്ള വേരിയേഷൻ, അതേപോലെ തന്നെ സർവീസ് കോസ്റ്റിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ലിങ്ക്സ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വാഹനങ്ങൾ എപ്പോഴും നമ്മൾ ഐഡിയലായിട്ട് വെച്ചിരിക്കുന്ന സമയം, അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയം, മെയിനായിട്ട് ഇപ്പം രാവിലെ കൊണ്ടുപോയതിന് ശേഷം നമ്മളിപ്പോൾ രാത്രിയൊക്കെ വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ലതെന്ന് പറയുന്നത് എപ്പോഴും മെയിൻ സ്റ്റാൻഡിൽ കീപ്പ് ചെയ്യുന്നതാണ്. മെയിൻ സ്റ്റാൻഡിൽ വയ്ക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻ സ്റ്റാൻഡിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. ഇനി അതിനുശേഷം നമ്മൾ രാവിലെ ഒരു മനുഷ്യൻ ഉറക്കണിക്കുന്നത് പോലെ തന്നെയാണ്. ഞാനിത് ഈ കാര്യം നമ്മുടെ മെറ്റോ 350യുടെ മെയിൻ്റനൻസ് ടിപ്പ് വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ദിവസം നമ്മൾ രാവിലെ ഉറക്കണിക്കുന്ന പോലെ തന്നെയാണ് ഈ വാഹനത്തിനെയും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എടുപിടിയെന്ന് പറഞ്ഞ് രാവിലെ കട്ടിലിൽ നിന്ന് എണീറ്റ് ഓടില്ല. ആദ്യം നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണൊക്കെ തുറന്ന് പതുക്കെ എണീറ്റിരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ. അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കീ ഓൺ ചെയ്യുക. കീ ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു നീഡിലൊക്കെ കറങ്ങി തിരിച്ചു വരാനുള്ള സമയം കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഇഗ്നിഷൻ്റെ സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയ വണ്ടിയാണ് കാണിക്കുന്നത്. ജെ സീരീസ് എഞ്ചിനിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒരു ഹമ്മിങ് സൗണ്ട് കേൾക്കും. ഈ ഹമ്മിങ് സൗണ്ട് കേട്ട് നിൽക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ക്ലച്ച് പിടിച്ചുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ എരപ്പിക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു കാരണവശാലും ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഓഫ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ ഹമ്മിങ് സൗണ്ട് കേട്ടു. അതിന് നമ്മളവിടെ ക്ലച്ച് പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കേട്ടോ, ആക്സിലേറ്റർ എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊട്ടിട്ടില്ല. ഒരു കാരണവശാലും റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പലർക്കും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ പഴയ വണ്ടികളിലാണെങ്കിൽ കിക്കറുള്ള വാഹനങ്ങളിൽ വേറെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് കിക്കറുള്ള വാഹനമായിരുന്ന സമയത്ത് പലരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇത് കിക്കർ വന്ന് തിരിച്ച് കാലിലടിക്കാനും അതുപോലെ കാല് ഒടിയത്തക്ക പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ കിക്കർ തിരിച്ചടിക്കുക എന്ന് പറയുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഇനിഷ്യൽ റൈഡിൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഹൈ ത്രോട്ടിൽ കൊടുക്കാൻ പാടില്ല. ത്രോട്ടിൽ എപ്പോഴും വളരെ സാധാരണ രീതിക്ക്, അതായത് വളരെ മിനിമലായിട്ടുള്ള ത്രോട്ടിലേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് ഈ വാഹനം സ്പീഡിൽ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനിഷ്യലിലെ ആ സ്പീഡ് എടുക്കാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ നമ്മളെ റോഡിലെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ 70 കിലോമീറ്റേഴ്സാണ് ഹൈവേസിൽ ബൈക്കിന് പോകാവുന്ന സ്പീഡ്, മാക്സിമം സ്പീഡ്. അപ്പോൾ നമ്മളിപ്പോൾ 70 എന്നുള്ളത് മാക്സിമം ഒരു 80 വരെ പോയി എന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ പോകാനായിട്ട് നമ്മൾ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അത്രയും സ്പീഡിലേക്ക് പോകാം. പക്ഷേ 110 ഈവൻ 90 തൊട്ട് മേലേക്ക് പിടിക്കുന്നതൊന്നും ഒരിക്കലും ഈ വാഹനങ്ങൾക്ക് നല്ല കാര്യങ്ങളല്ല. ഈവൻ മെറ്റോർ ആയിരുന്നാൽ പോലും ഇതിനേക്കാളും കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പറ്റിയ വാഹനമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ റോഡ് കണ്ടീഷനും അതിന് നല്ലതല്ല. അത് മാത്രമല്ല
നമ്മൾ ഈ വാഹനവും അങ്ങനെ പുഷ് ചെയ്യാനുള്ള ഒരു വാഹനമല്ല, ഇതൊരു റേസിംഗ് ബൈക്ക് പോലെ ഓടിക്കേണ്ട വാഹനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്പീഡ് എന്ന് പറയുന്ന ഒരു 80 കിലോമീറ്റേഴ്സിനകത്ത് ലോക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. 70 കിലോമീറ്റേഴ്സ് പഴയ നമ്മളെ ക്ലാസിക്കിൽ അറിയാമല്ലോ, 70 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 65 തൊട്ടൊക്കെയാണ് നമ്മുടെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറ് വണ്ടി ഓടിക്കുമ്പോൾ. അത് വളരെ ഒരു വണ്ടി വൈബ്രേഷനൊക്കെ കുറഞ്ഞ് വളരെ സ്മൂത്തായിട്ട് ഓടുന്ന ഒരു സ്പീഡെന്ന് പറയുന്ന ആ ഒരു സ്പീഡിലായിരുന്നു ഈ വണ്ടികളിൽ. പിന്നെ ടോട്ടലി നമുക്ക് സ്മൂത്ത് ആയതുകൊണ്ട് അങ്ങനെ നമുക്കൊരു സ്പെഷ്യൽ ഒരു ഇതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വണ്ടികളിലേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ പുഷ് ചെയ്യാം, 2 രീതിയിൽ ഓടിക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് സ്പീഡിന് വേണ്ടി പുഷ് ചെയ്ത് ഓടിക്കാം. അങ്ങനെ വരുമ്പോൾ മൈലേജ് നല്ലപോലെ കുറയും. പക്ഷേ വണ്ടി സൗണ്ടൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമുക്ക് മെറ്റിയോർ ആയിരുന്നാൽ പോലും അതേപോലെ തന്നെയാണ് ഈ ജെ സീരീസ് എഞ്ചിൻ്റെ ഒരു വ്യത്യാസമാണ്. സൗണ്ട് നമ്മൾ ത്രോട്ടിൽ ഹൈ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ട് ഒന്ന് മാറിയിട്ട് വണ്ടി കുറച്ച് പെർഫോമൻസിന് വേണ്ടിയിട്ടൊരു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ വണ്ടി ആ സമയത്ത് വണ്ടി ഫുൾ താടാ നീ പറയുന്ന പോലെ കേൾക്കാം എന്നുള്ള രീതിക്കൊക്കെ ഉള്ളൊരു അപ്രോച്ചിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മൾ എത്ര സ്പീഡ് കൊടുക്കുന്നോ ടോട്ടൽ കൊടുക്കുന്നതനുസരിച്ച് ജമ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതേസമയം നമുക്കൊരു സാമാന്യമായ രീതിയിൽ പോകുന്നതെങ്കിൽ ഇനീഷ്യലി നമ്മൾ പതുക്കെ നമുക്കൊരു 60 കിലോമീറ്റേഴ്സിലൊക്കെ 5th ഗിയറിൽ പോകാൻ പറ്റുന്ന അത്രത്തോളം ലോ ആൻഡ് ടോർക്കൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ മെറ്റിയോർ ആയിരുന്നാലും ഈ ഒരു ക്ലാസിക് ആയിരുന്നാലും ജെ സീരീസ് എഞ്ചിനുള്ള വാഹനങ്ങൾ. അപ്പോൾ ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഈ 2 വാഹനങ്ങളുടെ എഞ്ചിൻ സെയിം തന്നെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പറഞ്ഞു. അതിന് മുമ്പ് നമ്മളൊരു 30 സെക്കൻഡ്സ് ഐഡിലാക്കി വയ്ക്കുക. നമ്മുടെ മാനുവൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 30 സെക്കൻഡ് വണ്ടി ഐഡിലാക്കി വയ്ക്കുക. അത് ഈ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയിൽ നിന്നല്ല, എല്ലാ വണ്ടികളിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈവൻ നമ്മൾ കാറായിരുന്നാൽ പോലും സ്റ്റാർട്ട് ചെയ്ത് ഉടനെ എടുത്ത് പറത്തിക്കൊണ്ട് പോകരുത്. അതിൻ്റെ എല്ലാം നമുക്കൊന്ന് ഫംഗ്ഷൻ ചെയ്ത് എല്ലാം ഒക്കെ അത് തന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു സമയം കൊടുക്കുക. പിന്നെ ഇവിടെ സർവീസിൻ്റെ ടൈമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം 500 കിലോമീറ്ററിലാണ് സർവീസ്, പിന്നീട് എല്ലാം 5000 കിലോമീറ്റേഴ്സോ 6 മന്ത്സ് എന്നുള്ളൊരു ഡിഫറൻസിലാണ് സർവീസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മെറ്റോ 350 വേഴ്സസ് ക്ലാസിക് 350 എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നതിൽ ക്ലിയർ ആയിട്ട് 2 വണ്ടിയുടെയും സർവീസ് കോസ്റ്റും സർവീസ് എത്ര സമയം എടുക്കണമെന്നും ഉള്ളതൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ ഒരു ടൈം പീരീഡൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നതാണ്. ആദ്യം അങ്ങനെ ഇനിഷ്യലി നമ്മൾ സമാധാനപരമായി വാഹനം എടുത്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒരു ഐഡിൽ സ്പീഡിൽ പോയതിന് ശേഷം വണ്ടിയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം പിന്നെ നമ്മൾ കുറച്ച് സ്റ്റൈൽ മാറി ഓടിക്കുന്നത് കൊണ്ട് വലിയ ദോഷമില്ല. പക്ഷേ അങ്ങനെ വേണം എപ്പോഴും, നമ്മൾ ഒരുപക്ഷെ റഷ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വേണം വാഹനം ഓടിക്കേണ്ടത്. അപ്പോൾ പോലും ഞാൻ പറയുന്നുണ്ട്, ത്രോട്ടിലിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇനിഷ്യൽ സ്പീഡുകളിലൊന്നും ത്രോട്ടിൽ വളരെയധികം കൊടുത്ത് ഗിയർ മാറാൻ നിൽക്കരുത്. ഒരു 3rd ശേഷം മാത്രം ത്രോട്ടിൽ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ വലിയ ഡാമേജുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഈ ക്ലാസിക് 350യിൽ നിങ്ങൾ ലോങ് റൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങളൊരു 1 hour കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും നല്ലതാണ്, വണ്ടിക്കും നല്ലതാണ്. അതിനുശേഷം ഒരു 1 hour കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് എടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റോ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പോകുന്നത് എപ്പോഴും വണ്ടിക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്. ഈ ടാങ്കിന് മേലെ ഈ ലിഡിന് ചുറ്റുമായിട്ട് ചെറിയൊരു ഹോളുണ്ട്. ആ ഒരു ഹോളെന്ന് പറയുന്നത് ഇതേപോലെ കവറൊന്നും ഇല്ലാത്തൊരു വാഹനം, ഇപ്പോൾ എനിക്കൊരു ബാഗ് വെച്ചിട്ടില്ലാത്തൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം വീണിട്ട് അത് ടാങ്കിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് താഴേക്ക് പോകാനായിട്ടൊരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ആ ട്യൂബിലൂടെ താഴേക്ക് പോകുന്നതിനെ പറ്റി ഞാൻ മെറ്റോ 350യിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ട്യൂബ് അടഞ്ഞു പോകാതെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ 2 ട്യൂബുണ്ട്. അതിൽ ആ വെള്ളം പോകാനായിട്ട് വേറൊരു ട്യൂബുണ്ട്. അത് ആദ്യമേ വണ്ടി വാങ്ങുമ്പോഴേ തന്നെ നിങ്ങൾ അതിൽ വെള്ളം ഒഴിച്ച് നോക്കി അത് ഏത് ട്യൂബെന്ന് കണ്ടുപിടിച്ചതിന് വെച്ചതിന് ശേഷം അത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക അത് അടഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. കാരണം അങ്ങനെ അടഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കും. അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും പമ്പിൽ ചെന്നിട്ട് ഈ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ വെള്ളം എല്ലാം കൂടി ടാങ്കിനകത്തേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ടാങ്ക് തുരുമ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ടാങ്ക് തുരുമ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, എപ്പോഴും ഫ്യൂൽ ടാങ്ക് ഫുള്ളായിട്ട് വയ്ക്കാൻ നോക്കുക. അതായത് പെട്രോൾ എപ്പോഴും ടോട്ടൽ ഒരു പകുതിക്ക് മേലെയെങ്കിലും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യം എന്തായാലും ഇത്രയും വില കൊടുത്തൊരു വാഹനം എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാൽ പിന്നെ കുറയുന്നതനുസരിച്ച് വീണ്ടും കീപ്പ് ചെയ്താൽ മതി. അല്ലാതെ അതിന് ഒരു വലിയൊരു ചിലവായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും നമ്മളിപ്പം കുറവാണെങ്കിലും റിസർവിൽ പോയിരുന്നാലും വീണ്ടും പെട്രോൾ അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യം നേരെ ഒന്ന് അടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതും ടാങ്ക് തുരുമ്പിക്കാതിരിക്കാൻ നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ എപ്പോഴും ഏകദേശം ഫുള്ളിനടുപ്പിച്ചെങ്കിലും കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വാഹനം പൗഡർ കോട്ടഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ക്രോം കണ്ടൻസ് കൂടുതലുള്ളത് കൊണ്ട് ഈ ഭാഗങ്ങളൊന്നും തന്നെ, അതേപോലെ ഈ ഒരു സൈലൻസറിൻ്റെ ഭാഗങ്ങൾ, എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ നമ്മൾ തുരുമ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണിത്. ഇവിടെ ഇപ്പോൾ തന്നെ അഴുക്കിരിപ്പുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഒരു സസ്പെൻഷൻ ഉണ്ടല്ലോ, ഈ ഒരു സ്പ്രിങ്, ഇത് വളരെയധികം ഡേഞ്ചർ പിടിച്ച സാധനമാണ്. ഇത് എപ്പോഴും തുരുമ്പിച്ച് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ലതൊരു പല്ല് തേക്കുന്ന ബ്രഷ്
ഉണ്ടല്ലോ നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ ഒരു പഴയതെടുത്ത് വെച്ച് നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഴുക്കിരിക്കില്ല. അല്ലാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇത് പിന്നെ ഈ ചേട്ടൻ്റെ വണ്ടി നിങ്ങളിപ്പം ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ അലോയ് വീലാക്കിയിട്ടുണ്ട്. അന്നേ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അലോയ് വീലാക്കുമെന്ന്. അലോയ് വീലാക്കിയിട്ടുണ്ട്. അപ്പോൾ അലോയ് വീലാക്കിയ കാരണം ചേട്ടൻ ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ പേടി വേണ്ട. പിന്നെ അലോയ് വീലാക്കുന്നതും അതേപോലെ സ്പോക്ക് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ അത് അലോയ്സ് ആക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കസ്റ്റം ചെയ്യാം. വേണമെങ്കിൽ അലോയ്സ് ആക്കിയാൽ മതി. അലോയ്സ് അല്ലാതെ മറ്റേത് കൊണ്ടുനടക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊണ്ടുനടക്കാം. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇതേ കണക്കുള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഇത് ഈ ഒരു പോർഷനും ഈ ഒരു ഹാൻഡിലിൻ്റെ പോർഷനും എപ്പോഴും ഈ നട്ട്സൊക്കെ തുരുമ്പ് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു അലങ്കി നട്ടുണ്ടല്ലോ, ഈ ഒരു നട്ടിനകത്ത് വെള്ളം കെട്ടി കിടക്കും. അപ്പോൾ എപ്പോഴും കഴിയുന്നതിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തുരുമ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി അങ്ങ് കുറയും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്രോം കണ്ടൻറ്റ് ഉള്ളതാണ്. പൗഡർ കോട്ടർ വാഹനമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. പൗഡർ കോട്ടർ വാഹനമാണെങ്കിലും ഇവിടുത്തെ ഒരു സ്പ്രിങ്ങിൻ്റെ കാര്യം, ഈ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ ക്രോം കണ്ടൻറ്റാണ്. സോ ഇങ്ങനെയുള്ള ക്രോം എപ്പോഴും ഈ വാഹനങ്ങളിൽ തുരുമ്പിക്കുന്നതുകൊണ്ട് അത് എല്ലാ വാഹനങ്ങളിലും തുരുമ്പിക്കും. ഇതേപോലെ ഇരുമ്പ് ഒക്കെ വരുന്ന പാർട്സ് പിന്നെ ഇതിൽ ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും വെയിറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ അത്തരം പാർട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോഴും ചെളിയൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പെട്ടെന്ന് തന്നെ കഴുകി നീറ്റാക്കി വയ്ക്കുക. ഒന്നാമതിപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് ചെളി അടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മളങ്ങനെ വെച്ചിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുരുമ്പിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ കാര്യം റസ്റ്റ് ഇഷ്യൂ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ വാഹനത്തിന്. റസ്റ്റ് ഇഷ്യൂസ് വരാതിരിക്കാൻ ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ലൂബ് ചെയ്യുന്നത്. ലൂബ് ചെയ്യാൻ നേരത്തെ എപ്പോഴും നിങ്ങൾ ഈ ഒരു സൈഡിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ലൂബ് ചെയ്ത് കൊടുക്കുന്ന പലരും ചെയ്യുന്ന അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡിസ്കിലേക്ക് തെറിച്ചതിന് ശേഷം ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ ലൂബ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പുണ്ട് ഇതിനകത്തുകൂടി നമുക്ക് ലൂബ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് സ്പ്രേ ആയതുകൊണ്ട് തന്നെ തെറിച്ച് സൈഡിലേക്കൊക്കെ വീഴാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിസ്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും. അത് മിക്കവാറും വണ്ടികളിൽ വരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ ഓവറായിട്ട് ലൂബ് ചെയ്യാതിരിക്കുക, ആവശ്യത്തിന് മാത്രം ലൂബ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇത് തെറിച്ച് എല്ലായിടത്തും വീണ് ഇതേപോലെ ഡിസ്കിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ കുറഞ്ഞു കിട്ടും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഞാൻ എല്ലാ പോയിൻറ്റ്സും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിരുത്താൻ മടിക്കരുത്. കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കാരണം തെറ്റുകൾ മനുഷ്യസഹജമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഏതൊരു അറിവും വലിയൊരു കാര്യമാണ്. നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നാൽ അതും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള വണ്ടി ഇനിയും റിവ്യൂ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഇനിയും നിങ്ങൾ ഇതുവരെ ചെയ്യുന്നത് പോലെ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടീം ഡ്രൈവ് മീ ഓട്ടോ സൈനിങ് ഓഫ് ഫോർ ടുഡേ. ബൈ ബൈ.